പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 41 മുതൽ 56 വരെയുള്ള വചനഭാഗമാണ് നമ്മുടെ ധ്യാന വിഷയം. ഈ ഭാഗത്തെ പ്രധാന പ്രതിപാദ്യം ജായിറോസിന്റെ മകളെ ഈശോ ഉയർപ്പിക്കുന്നതും രക്തസ്രാവക്കാരിയായ സ്ത്രീയെ സുഖപ്പെടുത്തുന്നതുമാണ്. ഇത് എലിയാസ്ലീവ മൂശ കാലത്തിലെ 6-ാം ഞായറാഴ്ചയാണ്. ഗരസേനരുടെ നാട്ടിൽ നിന്ന് ഈശോ തിരിച്ചെത്തുമ്പോൾ നേരം സന്ധ്യയായിരുന്നു. എന്നിട്ടും ആ സന്ധ്യാനേരത്ത് ഗലീലി തടാകത്തിൻ്റെ തീരത്ത് വലിയൊരു ജനക്കൂട്ടം ഈശോയ്ക്കായി കാത്തു നിൽക്കുകയാണ്. ആ ജനക്കൂട്ടത്തിനിടയ്ക്ക് വലിയ ഒരു മനുഷ്യനും ഉണ്ടായിരുന്നു. അത് സിനഗോഗ് അധികാരിയായ ജായിറോസ് ആയിരുന്നു. ഗലീലി തടാകത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഏതോ ഒരു വലിയ സിനഗോഗിൻ്റെ അധികാരിയായിരുന്നു അയാൾ. പക്ഷെ ഇപ്പോൾ അയാൾ അവിടെ നിൽക്കുന്നത് തകർന്ന മനുഷ്യനായിട്ടാണ്. അയാളുടെ ഏക മകൾ രോഗിയായി കിടക്കുകയാണ്, മരണാസന്നയായി കിടക്കുകയാണ്. ജായിറോസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം പ്രകാശിപ്പിക്കുമെന്നാണ്. അയാളുടെ മുഖത്തെ പ്രകാശമൊക്കെ മങ്ങിപ്പോയിരുന്നു. ഇരുളടഞ്ഞ മനസ്സും മുഖവുമായിട്ടാണ് അയാൾ ഈശോയ്ക്കായിട്ട് കാത്തു നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ ചില സന്ദർഭങ്ങളിൽ നമ്മളും അങ്ങനെയായി പോകാറുണ്ട്. നോട്ടുകെട്ടുകൾക്ക് കടലാസിൻ്റെ പോലും വിലയില്ലാത്ത നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ടല്ലോ. ആ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മളും വിഷാദമുഖരായിട്ട് നിൽക്കും. അപ്പോൾ സർവ അധികാരവും പ്രതാപവും എല്ലാം ഇല്ലാതായി പോകും. കുറെ നാളുകൾക്ക് മുമ്പ് വായിച്ച ഒരു കാര്യമാണ്, ശങ്കരാചാര്യർ അദ്വൈത സിദ്ധാന്തം പഠിപ്പിച്ച അദ്ദേഹം, എല്ലാം ഒന്നാണെന്ന് പഠിപ്പിച്ച അദ്ദേഹം, പക്ഷേ ഒരിക്കൽ അറിയുന്നു അമ്മ രോഗിണിയാണ്. രാത്രിയിൽ ആരും അറിയാതെ ആശ്രമത്തിൻ്റെ വാതിൽ ചാരിയിട്ട് ഇരുട്ടിലേക്ക് നടന്ന് സ്വന്തം വീടിനെ ലക്ഷ്യമാക്കി അദ്ദേഹം പോവുകയാണ്. അപ്പൊ ചില സന്ദർഭങ്ങളിൽ സകലതും നമ്മൾ മറന്നു പോകുന്നുണ്ട്. അങ്ങനെ ഇവിടെ അപ്പോൾ ഈ ജായിറോസ് ഈശോ വരുന്ന സമയത്ത് കാൽക്കൽ നേരെ വീഴുകയാണ്, കമഴ്ന്നടിച്ച് വീഴുകയാണ്, സർവ്വതും ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്: ജീവിതത്തിൻ്റെ സഹന നിമിഷങ്ങളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ സർവ്വതും മിശിഹായുടെ പാദാന്തികത്തിൽ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എല്ലാം അവിടുന്നാണ് എന്ന് ഏറ്റുപറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ വിശ്വാസം ഏത് തരത്തിലുള്ളതാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഒരു സാറ് പറയാണ്, ജീസസ് യൂത്തുകാരുടെ ഒരു മീറ്റിംഗ് ആണ്. അപ്പോൾ കുറച്ച് ക്രൈസ്തവരായ കത്തോലിക്കരായിട്ടുള്ള കുട്ടികൾ അതിലേ പോകുന്നു. അതിൽ 1-2 പേരെ അതിൽ സംബന്ധിക്കാനായിട്ട് ഈ അധ്യാപകൻ ക്ഷണിക്കുമ്പോൾ അതിൽ ഒരാൾ നിന്ന് പറയാണ്, ഐ ആം നോട്ട് എ ബിലീവർ, ഞാനൊരു വിശ്വാസിയൊന്നുമല്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുടെ, യുവജനങ്ങളുടെ എണ്ണം കൂടുകയാണ്. ദൈവത്തെ ഉപേക്ഷിച്ച് പോകുന്നവരുടെ എണ്ണം കൂടുന്നുണ്ട് കാലത്ത്. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ ആത്മഹത്യകൾ കൂടുന്നു, അപകടങ്ങൾ കൂടുന്നു. ജീവിതത്തിന് അർത്ഥമില്ലാത്ത, ബന്ധങ്ങൾക്ക് അർത്ഥമില്ലാത്ത, കുടുംബ ബന്ധങ്ങൾക്ക് അർത്ഥമില്ലാത്ത, ഒന്നിനും വാല്യൂ ഇല്ലാത്ത രീതിയിൽ ജീവിക്കുന്ന ആളുകളുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ കൂടി വരികയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ, മിശിഹായുടെ സന്നിധിയിൽ സർവ്വതും സമർപ്പിക്കുന്ന ജായിറോസ് നമുക്ക് പാഠമാണ്. പിന്നീട് മുമ്പോട്ട് നമ്മൾ വരുമ്പോൾ കാണുന്നു, ഈ അല്പനേരത്തേക്ക് ജായിറോസിൻ്റെ ഈ അഭ്യർത്ഥനകൾക്ക് കാലതാമസം വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് രക്തസ്രാവക്കാരിയായ സ്ത്രീ കടന്നു വരുന്നത്. അപ്പോൾ നമ്മുടെ ധ്യാനിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനകൾക്കൊക്കെ ഇടയ്ക്ക് വരുന്ന കാലതാമസം മറ്റാരുടെയോ ജീവിതത്തിൽ രക്ഷാകരമായി തീരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ ചില സഹനങ്ങൾ, ചില നേരത്തേക്കുള്ള നമ്മുടെ സഹനങ്ങൾ ആരുടെയൊക്കെയോ കൂടുതൽ രക്ഷ ആവശ്യമായിട്ടുള്ളവരുടെ ജീവിതത്തിൽ രക്ഷണീയമായി മാറുന്നു എന്ന് നമ്മൾ കാണുന്നു. അവിടെ രക്തസ്രാവക്കാരിയായ ആ സ്ത്രീ സുഖപ്പെടുത്തപ്പെടാനുള്ള കാലതാമസമാണ്. ജായിറോസിൻ്റെ കാര്യത്തിൽ ഈശോ ഇടപെടാൻ വന്ന കാലതാമസം. പിന്നീട് ഈശോ ഈ ജായിറോസിൻ്റെ മകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. രണ്ടാമത്തത് ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിക്കുന്നത്, ഈ രക്തസ്രാവക്കാരിയായ സ്ത്രീ, അവള് ലൂക്കാ സുവിശേഷകൻ ഒഴിവാക്കി കളയുന്നതാണത്. അതേസമയം മർക്കോസ് സുവിശേഷകൻ പറയുന്നുണ്ട് 12 വർഷമായിട്ട് എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ട് ഇനി സുഖപ്പെടുത്താനാവാത്ത വിധം എന്നാണ്. 12 എന്ന സംഖ്യ തന്നെ ഒരു പൂർണ്ണതയുടെ സംഖ്യയാണല്ലോ.
അപ്പോൾ മർക്കോസ് സുവിശേഷകൻ അത് പറയുന്നുണ്ട്. പല വൈദ്യന്മാരുടെ അടുത്ത് പോയിട്ടും അവളുടെ സ്ഥിതി സുഖമാകപ്പെടുകയല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. ലൂക്ക വൈദ്യനായതുകൊണ്ട് ആ ഭാഗം ഉപേക്ഷിച്ച് കളയാണ്. അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്നാണ് ഇനിയും ആരോ എൻ്റെ ജീവിതത്തിൽ ഇടപെടാനുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തിൽ നഷ്ടധൈര്യമാകാതെ കൂടുതൽ കരുത്തോടുകൂടി അവള് ഈ മഹാവൈദ്യനെ അന്വേഷിച്ച് വരികയാണ്. അവൾക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. അതുകൊണ്ട് അവള് വസ്ത്രത്തിന്റെ വിളുമ്പിൽ തൊടുന്നു. തൊടുന്നതിനെ അവൾ രക്ഷ പ്രാപിക്കുന്നു. ഇങ്ങനെയുള്ള മനുഷ്യർ ചിലരുണ്ട്. ഒരു സംഭവം ഓർക്കുകയാണ്. ഒരു വൈദികന്റെ അടുക്കൽ വന്ന് ഒരു പാവപ്പെട്ട സ്ത്രീയും മകളും കൂടെ പറയാണ്, ഒരുപാട് കടബാധ്യതയുണ്ട് അച്ചോ, ഒത്തിരി കാര്യങ്ങൾ, ഞങ്ങൾ ആരെയും പറ്റിച്ചിട്ടില്ല, പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിലെ ഞങ്ങളുടെ മകൻ അങ്ങനെ ചില അബദ്ധങ്ങളിൽ ചെന്നുപെട്ടു. അവൻ പലരെയും വിശ്വസിച്ചു, പലരും അവനെ ചൂഷണം ചെയ്തു പോയി. അങ്ങനെ ഒത്തിരിയേറെ സഹനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ ഗദ്ഗത ഖണ്ഡനായിട്ട് നിൽക്കുകയാണ് ഈ വൈദികൻ. എന്ത് പറയണമെന്നറിയാതെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നു ഈ പാവപ്പെട്ട മനുഷ്യരുടെ അവസ്ഥ കണ്ടിട്ട്. അപ്പോൾ അച്ഛൻ്റെ അവസ്ഥ കണ്ടിട്ട് അവർ തിരിച്ചു പറയാണ്, അച്ചോ എങ്കിലും ദൈവം ഞങ്ങളെ കൈവിടില്ല, ഞങ്ങൾ ആരെയും പറ്റിച്ചിട്ടില്ല, ദൈവം ഞങ്ങളെ കൈവിടില്ല, ഈശോയ്ക്ക് ഞങ്ങളെ കൈവിടാനാകില്ലെന്ന് ഞങ്ങൾക്കറിയാം അച്ചോ, അതുകൊണ്ട് ഞങ്ങൾ ഇതിനെയെല്ലാം അതിജീവിക്കും. നോക്കുക, അത്ര ശക്തമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ ഒരു ദാർഢ്യം മനസ്സിലുണ്ടാകുന്നത്. ഇനി അവിടെ നിന്ന് ഈശോ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. ജനക്കൂട്ടം തിങ്ങി നിരക്കുമ്പോൾ ഈശോ ചോദിക്കും, ആരോ എന്നെ സ്പർശിച്ചു. നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്. ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ഈ രക്തസ്രാവക്കാരിയായ സ്ത്രീയുടെ ആ നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റിയ ഈശോയുടെ മനസ്സ് നമുക്കുണ്ടോ? അനേകരുടെ ഇടയിൽ നിന്ന് ശരിക്കും ആവശ്യക്കാരാണ് ആരാണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കുണ്ടോ? അങ്ങനെയുള്ള ദൈവികമായ കണ്ണ് നമുക്കുണ്ടോ? യഥാർത്ഥത്തിലുള്ള ആവശ്യക്കാരിലേക്ക് ചെല്ലാൻ മാത്രം ശക്തമായ ദൈവികമായ ദൃഷ്ടി നമുക്കുണ്ടോ എന്ന് നമ്മൾ ധ്യാനിക്കേണ്ടതുണ്ട്. ഈശോ ഇവിടെ ആരോ എന്നെ സ്പർശിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതിനോട് ചേർന്നിട്ട് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്, ആരെയെങ്കിലും നമുക്ക് തൊടാനാകുന്നുണ്ടോ? നമ്മൾ ദൈവത്തെ യഥാർത്ഥത്തിൽ തൊടുന്നുണ്ടോ? അല്ലെ മറ്റുള്ളവരെ തൊടാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒരു അമ്മയും അതുപോലെ അവരുടെ 2 മക്കളും കൂടെ വന്നത് ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചുമ്മാ സംസാരിച്ചിരിക്കുമ്പോൾ അപ്പോൾ ഇളയ മകന് ഒരു കോഴ്സിന് ചേർന്നു, അത് പറ്റുന്നില്ല, വേറൊരു കോഴ്സിന് ചേർന്നു, അത് നിർത്തിപ്പോകാൻ തുടങ്ങിയാണ്. ഒന്നും പറയുന്നില്ല, പക്ഷെ അതിനേക്കാൾ ഭീകരമായ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അമ്മയും അപ്പനും ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞ് മറ്റ് ആരൊക്കെയാണ് മക്കൾ എന്ന് ചോദിച്ചു വരുമ്പോഴാണ് 40 ലക്ഷം രൂപയോളം നഷ്ടപ്പെടുത്തി UK നിന്ന് ഡിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ട് മൂത്ത മകൻ വന്നിരിക്കുകയാണ്. അവൻ പുറത്തേക്ക് ഇറങ്ങുന്നതേ ഇല്ല, ആരെയും കാണുന്നില്ല, അവൻ കുമ്പസാരിക്കുന്നില്ല, അവനെല്ലാം നിർത്തിയിരിക്കുകയാണ്. വലിയ ദുഃഖം പേറി നടക്കുകയാണ് മനുഷ്യർ. നമ്മുടെ ചോദ്യം ഇതാണ്, പല മനുഷ്യരും അവരുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ പറയുന്നില്ല. സങ്കടങ്ങളെ മനസ്സിലാക്കാനും ആളുകളെ തൊടാനും സൗഖ്യമാക്കാനും പറ്റുന്ന മനസ്ഥിതിയും ഹൃദയഭാവവും ഒക്കെ നമുക്കുണ്ടോ എന്ന ചോദ്യം ഈ ഭാഗം അവശേഷിപ്പിക്കുന്നുണ്ട്. പിന്നീട് പ്രിയപ്പെട്ടവരെ, ഇതാണ്, സാന്ത്വനപ്പെടുത്തുന്ന വാക്കുകൾ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? ഈശോ പറയുന്ന ഈ സ്ത്രീ വിറങ്ങലിച്ച് പറയുകയല്ലേ, വിറയാർന്ന ശബ്ദത്തിൽ പറയുന്നു, എല്ലാ കാര്യങ്ങളും വിവരിക്കുന്നു, എങ്ങനെ സുഖപ്പെട്ടെന്ന്. അപ്പോൾ പറയുന്നു, മകളെ ധൈര്യമായിരിക്കൂ. ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ നമ്മൾ പറയുന്നുണ്ടോ? ഓർക്കുന്നത് ഒരു ഒത്തുകല്യാണത്തിൻ്റെ വിവാഹ വാഗ്ദാനത്തിൻ്റെ സമയമാണ്. അപ്പോൾ അവിടെ ഒരു പ്രായമായ മനുഷ്യൻ നിൽക്കുന്നു, അയാളുടെ ഫോൺ അടിച്ചു. അയാൾ വെപ്രാളത്തിന്, ഈ കർമ്മത്തിൻ്റെ ഇടയ്ക്ക് ഫോൺ അടിച്ചതിൻ്റെ വെപ്രാളത്തിന് അത് എടുത്തിട്ട് പുറത്തോട്ട് പോകുന്ന സമയത്ത് ഈ ബെഞ്ചിൽ കാല് തട്ടി വീഴുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് അകലെ നിന്ന് ഈ കർമ്മത്തിൻ്റെ ഇടയ്ക്ക് ഈ വൈദികൻ പറയുകയാണ്, വെപ്രാളപ്പെടേണ്ട കേട്ടോ, ഈ ഫോൺ അടിക്കുന്നതിനെ ഓർത്ത് നിങ്ങൾ വെപ്രാളപ്പെടേണ്ട, പള്ളിയിൽ നിന്ന് പതുക്കെ സാവധാനം, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പോയാൽ മതി, നിങ്ങൾ അതിനെക്കുറിച്ച് അധികം വിഷമം, നമ്മുടെ ജീവിതവും നമ്മുടെ ആരോഗ്യവും ഒക്കെയാണല്ലോ നമ്മൾ ഈ പറയുന്ന മറ്റു കാര്യങ്ങളെക്കാൾ പ്രധാനപ്പെട്ടത്. സാന്ത്വനപ്പെടുത്തുന്ന വാക്കുകൾ, ആ ജനക്കൂട്ടം മുഴുവൻ ആശ്വാസം പകരുന്ന തരത്തിലുള്ള വാക്കുകൾ, അങ്ങനെ സംസാരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ആത്മാർത്ഥതയുള്ള മനുഷ്യരോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയാണ്?
ഈ സ്ത്രീ ആത്മാർത്ഥമായി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോഴാണ് ഈശോ സമാധാനമായിരിക്കൂ എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മുടെ സമീപനം? അങ്ങനെ ഒരു വീഡിയോ പണ്ട് കണ്ടത് ഓർക്കുന്നുണ്ട്. എല്ലാ ദിവസവും ക്ലാസ്സിൽ താമസിച്ചു വരുന്ന ഒരു കുട്ടി അധ്യാപകൻ തല്ലുകയാണ്, പിന്നീട് വാണിംഗ് കൊടുക്കുന്നു, വീണ്ടും താമസിച്ചു വരികയാണ്, അധ്യാപകൻ വീണ്ടും കഠിനമായി ശിക്ഷിക്കുന്നു. പിന്നീട് ഒരു സമയത്ത് അധ്യാപകൻ താമസിച്ചു വരികയാണ്. അപ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കുന്നു, ഒരു വണ്ടിയിൽ അമ്മയെ ഇരുത്തി തള്ളിക്കൊണ്ടു പോകുന്നു ഈ കുഞ്ഞ്. അവിടെ തൊട്ടടുത്തുള്ള രോഗി പരിചരണ ആലയത്തിൽ കൊണ്ടുപോയി സ്വന്തം അമ്മയെ, രോഗിണിയായ അമ്മയെ ആക്കിയിട്ടാണ് ഈ മകൻ വരുന്നത്. പാഞ്ഞു വരികയാണ്. പിന്നീട് ഈ അധ്യാപകൻ സങ്കടം കൊണ്ട് കണ്ണു നിറഞ്ഞുപോയി. എന്നിട്ട് ഈ കുട്ടിയുടെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് ഈ വടി കുട്ടിയുടെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ്, തല്ലാൻ പറഞ്ഞ്. പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥതയുള്ള വാക്കുകൾ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അങ്ങനെ അവരോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയാണ്? കപടനാട്യക്കാരായ മനുഷ്യരെ നമുക്ക് തിരിച്ചറിയാനാവുന്നുണ്ടോ? ആത്മാർത്ഥതയുള്ളവരെ തിരിച്ചറിയാനാവുന്നുണ്ടോ? ഈ സുവിശേഷ ഭാഗം ഇതെല്ലാമാണ് നമ്മളോട് ചോദിക്കുന്നത്. Subscribe now and press the bell icon. Never miss an update.